സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് ഓരോരുത്തരെയായി ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അഞ്ജന, ആഷ്ലി, സൂര്യ, നന്ദന, അരുൺ. ഓക്കെ, അപ്പോൾ എല്ലാ പേരെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായി? റെഡിയാണോ നിങ്ങൾ? റെഡിയാണെന്ന് ഉറക്കെ പറയൂ. റെഡി. അത്ര മുമ്പില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കണക്കില് ഉള്ള 2 ശരീരഭാഗങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിന്റെ പേര് പറയാം. മാത്സിലുള്ള 2 ശരീരഭാഗങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിന്റെ പേര്. പണ്ടേ വീക്കാനെ. ക്ലൂ ഉണ്ടോ? 2 അക്ഷരമേ ഉള്ളൂ. വര അല്ല, അതിലൊരു അക്ഷരം മാറ്റിയേ കിട്ടും. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? വര അല്ല, അതിലൊരു അക്ഷരം മാറ്റിയാൽ കിട്ടും ആൻസർ. ഒരു ആൻസർ കിട്ടും. കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ. ടൈം ഔട്ടായി. എന്റെ ആൻസർ എന്താ? അരയും കാലും. മനസ്സിലായി? അപ്പൊ ഇതാണല്ലേ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണല്ലേ എന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നല്ലേ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കഴിക്കാൻ വേണ്ടിയാണ് എന്നെ വാങ്ങാറ്, എന്നാൽ ആരും എന്നെ കഴിക്കാറില്ല. ആരാണ് ഞാൻ? കഴിക്കാറില്ല. ക്ലൂ, നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ അടുക്കളയിലും ഉണ്ട് ഈ സാധനം. കഴിക്കാറില്ല. പടിഞ്ഞാറേതാ? എന്തിനാത്? കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വെജിറ്റബിൾ ആണോ ഫ്രൂട്ട്സ് ആണോ? ഒരു സാധനമാണ്. അങ്ങനെയൊന്നും പറയത്തില്ല. ഉത്തരം കൂടെ പറഞ്ഞു. മാത്രം കറക്റ്റ് ആൻസർ. അരുണിന് 1 പോയിന്റ് കിട്ടി. നല്ലൊരു ക്ലാപ്പ്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ 1 പോയിന്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് അരുൺ. ഇനി ആര് അടുത്ത രംഗത്ത് കയറി വരുമെന്നൊക്കെ അറിയാം. അടുത്ത കത്ത് കഴിക്കാനാണോ വാങ്ങാറ്? കുഴപ്പമില്ല, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, മാത്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള. നിങ്ങൾക്ക് ഭയങ്കര ലക്കാണല്ലോ മാത്സ്. ഗസ്റ്റ്. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് കൂടിയുണ്ട്. ആളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? എലിസബത്ത്. അപ്പോൾ എലിസബത്ത് കൂടി ഉണ്ട് ഇനി മത്സരിക്കാൻ. മറ്റൊരു ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുടെ പേര് പറയാമോ? 2 പെൺകുട്ടികളുണ്ട്. ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാലും മതി. ജോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. എന്തൊക്കെയോ അറിയാം. രേഖയും ബിന്ദു ഉണ്ട്. അതാണ് കുട്ടിയെ കുറ്റം പറയണ്ട കേട്ടോ, ആൻസർ അറിയായിരുന്നു. അപ്പോൾ അരുണിന് 2 പോയിന്റ് കിട്ടി. നല്ലൊരു ക്ലാപ്പ്.
ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാലേക്കുള്ളും. എന്തുകൊള്ളും? പിന്നുകൊള്ളും. കറക്റ്റ് ആൻസർ. അപ്പോൾ എലിസബത്ത് ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. എലിസബത്തുകാർ വരുന്നുണ്ട്. പിന്നിട്ട വഴികൾ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? നന്ദന. അപ്പോൾ നന്ദന പാട്ട് പാടും. നേരം ജനവാതിൽക്കൽ പുലരാനെത്തും കിളി ചൊല്ലി അറിയാ നാട്ടില് പൊഴിയും മഞ്ഞിൽ തിരയും നിന്റെ വഴി അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി രാവു പകലൂരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയരികാരോ വന്നില്ലേ മിഴിയൊന്ന് തിളങ്ങിയില്ലേ. സൂപ്പർ, അടിപൊളി. നന്ദനയ്ക്ക് നല്ലൊരു ക്ലാസ്. ഓടും. ഞങ്ങൾ കുറെ ഓടിയതാ. ഇനിയിപ്പോ എന്തോന്നു അവിടെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അഞ്ചാമത്തെ ക്വസ്റ്റ്ൻ, ഭാരം നിറച്ചു വരുന്ന വണ്ടിയെ ഒറ്റ കാലുകൊണ്ട് നിർത്താൻ കഴിവുള്ളത് ആർക്കാണ്? ഡ്രൈവർക്ക്. കറക്റ്റ് ആൻസർ ആണ്. ഡ്രൈവർ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി എലിസബത്ത്. ഓക്കെ, അതുപോലെ അരുണും നൽകിയിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ വിരൽ കൊണ്ട് 5-6 പേരെ മുകളിൽ എത്തിക്കാൻ കഴിയും. സൂപ്പർമാനുമല്ല, സ്പൈഡർമാനുമല്ല. ആരാണ് ഞാൻ? ഇവിടെ പറഞ്ഞു, അരുണ ആദ്യം പറഞ്ഞു. ലിഫ്റ്റ് ആണ് ആൻസർ. ആൻസർ ലിഫ്റ്റ് ആണ്. അപ്പോൾ അരുണിന് 3 പോയിന്റ് കിട്ടി. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മീശ മാധവൻ എന്ന സിനിമയിൽ മീശയില്ലാത്ത മാധവൻ ആര്? മീശ മാധവൻ എന്ന സിനിമ മീശ മാധവൻ എന്ന സിനിമയിൽ മീശ ഇല്ലാത്ത മാധവൻ ആര്? മീശ മാധവൻ എന്ന സിനിമയിൽ മീശ ഇല്ലാത്ത മാധവൻ ആരാണ്? കുസൃതി ചോദ്യമാണ്. അല്ല, സിനിമയായിട്ടൊക്കെ ബന്ധമുള്ള ആള് തന്നെയാണ്. ഇതിന് ക്ലൂ വന്നാൽ നിങ്ങൾ ആൻസർ ഇപ്പോൾ പറയും. ക്ലൂ തരാൻ പറ്റത്തില്ല. ആൻസറിൽ മാധവൻ വരുന്നുണ്ട്, അത്രേ പറയാൻ പറ്റും. നീ ചോദിച്ച സാധനം ഹായ്, മൊബൈൽ ഫോൺ. ഇതിന് ഹാൻഡ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇപ്പോൾ എലിസബത്ത് ആൻസർ പറഞ്ഞു. ഇപ്പോഴും അരുണും എലിസബത്തും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടാൽ സുന്ദരി ഇടുമ്പോൾ ഫിറ്റ് ഇട്ടു കഴിഞ്ഞാൽ ലൂസ്. ആരാണ്? ഉടുപ്പ്. ഉടുപ്പല്ല, അഞ്ജലിക്ക് തെറ്റി. കറക്റ്റ് ആൻസർ. എന്താ പേര്? ആഷ്ലി. അപ്പോൾ ആഷ്ലി ഉടർന്നിരിക്കുകയാണ് മക്കളെ. വളയാണ് ആൻസർ. ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക, എങ്കിലേ ആൻസർ പറയാൻ പറ്റൂ. നമ്മുടെ വീട്ടിൽ സാധാരണയായി ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ ഒരു കസേര ഇട്ട് കൊടുക്കും. മറിച്ചൊരു സ്റ്റൂളാണ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഇരിക്കാതിരിക്കാൻ കാരണമെന്ത്? സ്റ്റൂളിൽ എന്തോ ഉണ്ട്. ഇരിപ്പുണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത സ്റ്റൂളായിരുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. നമ്മുടെ വീട്ടിൽ സാധാരണയായി ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ ഒരു കസേര ഇട്ട് കൊടുക്കുമല്ലോ, മറിച്ചൊരു സ്റ്റൂൾ ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഇരിക്കാതിരിക്കാൻ. കറക്റ്റ് ആൻസർ. അപ്പോൾ എലിസബത്ത് 4 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ആൻസർ മറിച്ചാണ് കസേര ഇട്ട് കൊടുക്കുന്നത്. സ്റ്റൂൾ മറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇരിക്കാൻ പറ്റാത്തതെന്നായിരുന്നു. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുന്നേ എല്ലാവരും കൂടി ഒരു പാട്ട് പാടണം. നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിണ്ടാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. ക്വസ്റ്റ്യൻ, തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്?
സ്പീഡ് ആയതുകൊണ്ടല്ല. തെറ്റായ ദിശയിൽ ആ തെറ്റായ ദിശയിൽ പോയി, എന്നിട്ട് പോലീസ് ഒന്നും പറഞ്ഞില്ല. പോലീസ് ആയിരിക്കും പോയത്. അല്ല, തെറ്റായ ദിശയിൽ തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല. കണ്ടില്ല, കറക്റ്റ് ആൻസർ ആണ്. ഡ്രൈവർ നടക്കുകയായിരുന്നു. അപ്പോൾ അരുണും എലിസബത്തും ഇഞ്ചോടിഞ്ഞ് പോരാടി 4 പോയിന്റ് നേടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഇവരിൽ ആർക്കും സമ്മാനം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരെയും കൂടെ നിർത്തി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, അതിന് ആൻസർ പറയുന്നവരായിരിക്കും ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി. നോക്കിയാലും തല തിരിഞ്ഞു നോക്കിയാലും ഒരേ സമയം, ഏതാണ് ആ സമയം? അല്ല, നേരെ നമ്മളിപ്പോ നോക്കിയാലും തല തിരിഞ്ഞാണ് നോക്കുന്നെങ്കിലും ഈ സമയം കറക്റ്റ് ആയിരിക്കും. ഏതാണ് ആ സമയം? 6 മണി, 12 മണി? അല്ല, 12:30. അല്ല, ടൈമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? നേരെ നോക്കിയാലും തല തിരിഞ്ഞു നോക്കിയാലും ഒരേ സമയം, ഏതാണ് ആ സമയം? 9, 9:15. അല്ല, 3:15. 3 മണി. 10. നേരെ നോക്കിയാലും തല നോക്കിയാലും ഒരേ സമയം. ടൈം ഔട്ടായി. 11:11. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരെയും ബോറടിപ്പിക്കുന്ന ആയുധം ഏതാണ്? എല്ലാവരെയും ബോറടിപ്പിക്കുന്ന ആയുധം. ആയുധം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ആയുധമാണ്. കത്തി. കറക്റ്റ് ആൻസർ ആണ്. കത്തിയടി. ബോറടി അല്ലേ കത്തിയടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി ആരാ? ഗസ്റ്റായ എലിസബത്ത്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയായ എലിസബത്തിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാനെ ക്ഷണിച്ചോളും. അഞ്ജന, കൊള്ളാം, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ. അവസാനത്തെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.